പിന്നെ എൻജിൻ പ്രൈസ് 275 രൂപ. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ആക്റ്റീവയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആക്റ്റീവയെക്കുറിച്ചുള്ള വല്ല വീഡിയോ ആയിരിക്കുമെന്ന്. ആക്റ്റീവയെക്കുറിച്ചുള്ള വീഡിയോ ഒന്നുമല്ല. അപ്പോൾ നമ്മൾ ഇന്ന് സംഭവം 220 കുറച്ച് പണിയായിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ട് ഫോർക്ക് ചെറിയ സ്ക്രാച്ചൊക്കെ അങ്ങനെ. അപ്പോൾ ഓയിൽ നല്ല ലീക്കുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഓയിലും ഫോർ സ്റ്റെമ്പ് പൈപ്പ് കൂടെ വാങ്ങേണ്ടി വരും. അപ്പോൾ 2 പൈപ്പ് വാങ്ങണം. പിന്നെ അങ്ങനെ ഓയിൽ സീല്, പിന്നെ നമ്മൾ എൻജിൻ ഓയിലും കൂടെ മാറാമെന്ന് വിചാരിച്ചത്. അങ്ങനെ മോട്ടീവിൻ്റെ ഓയിൽ ഫുള്ളി സിന്തറ്റിക് ഒഴിക്കാമെന്ന് അങ്ങനെ ഒരു പ്ലാനുണ്ട്. അപ്പോൾ ഇതുവരെയ്ക്കും മോട്ടീവിൻ്റെ ഓയിൽ ഒഴിച്ചിട്ടില്ല, ഫുള്ളി സിന്തറ്റിക് ഒഴിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ അതും കൂടെ ഒഴിക്കണം. എൻജിൻ ജസ്റ്റ് ഫ്ലഷ് ചെയ്യണം. എൻജിൻ ഫ്ലഷ് വാങ്ങണം. മോട്ടീവിൻ്റെ തന്നെ എൻജിൻ ഫ്ലഷ് വാങ്ങിച്ച് എൻജിൻ ഫ്ലഷ് ഉപയോഗിച്ച് എൻജിൻ ഒന്ന് ഫ്ലഷ് ചെയ്തതിന് ശേഷം മോട്ടീവിൻ്റെ എൻജിൻ ഓയിൽ ഒഴിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ അത് വാങ്ങണം, ഫോർക്ക് വാങ്ങണം. അപ്പോൾ പിന്നെ വാങ്ങിയിട്ട് നമുക്ക് കടയിൽ കൊണ്ട് കൊടുത്ത് ചെയ്യാമെന്ന് വെച്ച്. എൻജിൻ ഓയിലൊക്കെ സ്വന്തമായിട്ട് മാറാമെന്നുള്ള പ്ലാനാണ് നിൽക്കുന്നത്. ഫോർക്കിൻ്റെ കാര്യം ടൂൾസും കാര്യങ്ങളൊന്നുമില്ല. അപ്പം കടയിൽ കൊടുക്കാമെന്ന് വെച്ചാൽ അങ്ങനെ ഫോർക്ക് കടയിൽ കൊടുക്കാമെന്ന് വെച്ച് ഇരിക്കുകയാണ്. നമ്മളിപ്പോൾ സാധനം വാങ്ങിക്കാൻ വേണ്ടി പോകുന്നു. സാധനം വാങ്ങിച്ചിട്ട് കടയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ സാധനം വാങ്ങിക്കാണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മോട്ടീവിൻ്റെ ഓയിലും കൂടെ വാങ്ങിക്കണമെന്നുണ്ട്. അതിപ്പോൾ കടയിൽ അവിടെ കിട്ടോ ഇല്ലെന്ന് അറിയില്ല. എന്നാലും നമ്മൾ നോക്കാം. എന്നാലും മെയിനായിട്ട് വണ്ടിയിൽ 2 ഫോർക്ക് വേണം, ഓയിൽ സീൽ വേണം. ഇതാണ് മെയിനായിട്ട് വാങ്ങാനുള്ളത്. നമ്മൾ മോട്ടീവിൻ്റെ ഫുൾ സിന്തറ്റിക് ഒഴിക്കാമെന്ന് വിചാരിച്ച് മോട്ടീവിൻ്റെ ഓയിലും പിന്നെ ഒരു എൻജിൻ ഫ്ലഷും കൂടെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞങ്ങളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കടയിൽ കാണോ ഇല്ലെന്ന് അറിയില്ല, എന്നാലും നോക്കാം. പിന്നെ കടയിൽ എത്തിയിട്ട് കാണാം. അപ്പോൾ ഇത്ര നേരം നല്ല മഴയൊക്കെ ആയിരുന്നു. മഴയൊക്കെ തോന്നപ്പോൾ തന്നെ റോഡ് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ആയി. എന്നാലും മഴ ചെറുതായിട്ടുണ്ട്, നല്ല കറുത്തിറങ്ങുന്നുണ്ട്. അപ്പോൾ എന്നാലും നമ്മളിപ്പോൾ കടയിലെത്തിയിട്ടുണ്ട്. ഇനി ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലോട്ട് പോവാം. ഗൈസ്, അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ നേരത്തെ ഇറങ്ങി സാധനങ്ങളെല്ലാം മേടിച്ച് നമ്മളെന്തായാലും ഇറങ്ങിയായിരുന്നു. സൈഡിലോട്ട് മാറിയപ്പോൾ നല്ല മഴയൊക്കെ അങ്ങനെ സീനായിട്ടൊക്കെ നിൽക്കുകയാണ്. എന്തായാലും സാധനങ്ങളെല്ലാം മേടിച്ചപ്പോൾ വണ്ടിക്കകത്തിട്ടേക്കാണ്. സംഭവം നല്ല മഴ, വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. ഫോണിലാണ് എടുക്കുന്നത്. അതുകൊണ്ട് നേരെ നമുക്ക് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും നമ്മളിപ്പോൾ വണ്ടിക്കകത്ത് സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. ഇനി സംഭവം എനിക്ക് ടയറും കൂടെ മാറണമെന്നുണ്ടായിരുന്നു കേസ്. അപ്പോൾ ആദ്യം ടയർ മാറാമെന്നാണ് വിചാരിച്ചത്. അപ്പം പൈസ സെറ്റായിട്ടില്ല. ടയർ മാറാനുള്ള പൈസ എൻ്റെ കയ്യിൽ സെറ്റായില്ല. ഇപ്പോൾ ടയർ മാറിയിട്ടും കാര്യമില്ല. ഇപ്പോൾ ഫോർക്ക് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ടയർ ഒരു സൈഡ് കൊണ്ട് പെട്ടെന്ന് തേഞ്ഞ് തീരും. അതുകൊണ്ട് മാറിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് അത് മാറണമെന്ന് വിചാരിച്ച് ഇപ്പം ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീട്ടിൽ ചെയ്തിട്ട് കാണാം. കേസ്, അപ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച എല്ലാം കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട് ഫോർക്ക് 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഇത് സംഭവം റേറ്റ് വന്നിട്ട് 1112 രൂപ ഒരു ഫോർക്കിന്. പിന്നെ അത് കഴിഞ്ഞ് എല്ലാ മോട്ടീവിൻ്റെയാണ് കേസ്. എൻജിൻ ഓയിൽ, ഫോർക്ക് ഓയിൽ, എൻജിൻ ഫ്ലഷ് 3 മോട്ടീവിൻ്റെ തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. എൻജിൻ ഫ്ലഷ് മോട്ടീവിൻ്റെ തന്നെ വാങ്ങിക്കാമെന്ന് തന്നെ വിചാരിച്ചിരുന്നു. കിട്ടിയിട്ടുണ്ട്. ഫോർക്ക് ഓയിലും നമ്മൾ വിചാരിക്കാതെ മോട്ടീവിൽ തന്നെ കിട്ടി. അപ്പോൾ വണ്ടി ഫുള്ള് ഇപ്പോൾ മോട്ടീവിലാണ് നിൽക്കുന്നത്. ഇനി എന്തായാലും ഇപ്പോൾ സ്ക്രാച്ച് ഫ്രണ്ട് ഇവിടെ കാണാമോ എന്നറിയില്ല. ഈ സ്റ്റെമ്പിൻ്റെ ഇവിടെ 2-3 സ്ക്രാച്ചുകൾ ഇങ്ങനെയുണ്ട്, 2 സൈഡും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഓയിൽ സീൽ മാറിയതാണ്. എന്നിട്ടും വണ്ടി ഓയിൽ ലീക്കുണ്ട്. അപ്പോൾ ഇനി പുതിയ സ്റ്റെമ്പെല്ലാം വാങ്ങിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ എൻജിൻ ഫ്ലഷിൻ്റെ റേറ്റ് വന്നിട്ട് 115 രൂപയാണ്. ഫോർക്ക് ഓയിൽ 200 സംതിങ് ആണ്, 275 രൂപ. മോട്ടീവിൻ്റെ എൻജിൻ ഓയിൽ 20W50 ആണ്. ഇത് 1200 റേറ്റ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ്. വണ്ടി ഇപ്പോൾ ഫുൾ മോട്ടീവിൻ്റെ ഇതിലാണ് നിൽക്കാൻ പോകുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാ മോട്ടീവിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വണ്ടിയിൽ പണിയെല്ലാം ചെയ്യാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.